മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നത് ചരിത്രം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അതീവ രഹസ്യവും നിർണായകവുമായ നീക്കങ്ങളാണ്. അങ്ങ് ഈജിപ്തിലെ രഹസ്യ കൂടിക്കാഴ്ചകൾ മുതൽ ജെറുസലേമിലെ പവർ സെന്ററുകൾ വരെ നീളുന്ന വൻ നയതന്ത്ര കൊടുങ്കാറ്റ്. അതെ, ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ഒരു വൻ നയതന്ത്ര നീക്കം നടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ ദൂതനും മരുമകനുമായ ജാരഡ് കുഷ്നർ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ ശത്രുക്കളായി മുഖത്തോട് മുഖം നോക്കാതിരുന്നവർ ഒരേ മേശയ്ക്ക് ഇരുവശത്തും ഇരിക്കുന്നു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച അത് സംഭവിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് നേരിട്ടെത്തി അമേരിക്കയുടെ കർശന താക്കീത്. എന്താണ് മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ട്രംപിന്റെ ആ 15 സമാധാന ഫോർമുല ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുമോ, അതോ പശ്ചിമേഷ്യയെ മറ്റൊരു മഹാവിപത്തിലേക്ക് തള്ളിവിടുമോ? ഓരോ നീക്കവും നമുക്ക് ഇഴകീറി പരിശോധിക്കാം. കാര്യങ്ങളുടെ ഗൗരവം നമുക്കൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ മാസങ്ങളായി ഗസയിൽ നടക്കുന്ന യുദ്ധം പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് കവർന്നെടുത്തത്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും സംഘർഷങ്ങൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് വൈറ്റ് ഹൗസിൽ നിന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു ദൗത്യവുമായി ജാരഡ് കുഷ്നർ മിഡിൽ ഈസ്റ്റിലേക്ക് വിമാനം കയറുന്നത്. കുഷ്നർ വെറും ഒരു പ്രതിനിധി മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ട്രംപിന്റെ ഏറ്റവും ശക്തനും വിശ്വസ്തനും ഒക്കെ ആയ നയതന്ത്ര രംഗത്തുള്ള വിദഗ്ധനാണ്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് തയ്യാറാക്കിയ 15 ഗാസ സമാധാന പദ്ധതി എന്തു വില കൊടുത്തും നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മിഷൻ ആക്ച്വലി നടക്കുന്നത്. ഈ സമാധാന പദ്ധതിയെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിന്റെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾക്കും സുരക്ഷാ താല്പര്യങ്ങൾക്കും എതിരാണ് ഈ പദ്ധതിയിലെ പല വ്യവസ്ഥകളും എന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. വാഷിംഗ്ടണും ടെലവീവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയ നിമിഷമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അത്. ഒരു വശത്ത് പദ്ധതി നിരസിച്ച ഇസ്രയേൽ, മറുവശത്താകട്ടെ പിടിമുറുകുന്ന അമേരിക്കൻ നയതന്ത്രം. ഇത്തരമൊരു വൻ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഈ മിഷനിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ആ സംഭവം അരങ്ങേറുന്നത്. അത് എന്താണെന്നറിയാമോ? നെതന്യാഹുവിനെ കാണുന്നതിന് തൊട്ടു തലേ ദിവസം ഈജിപ്തിലെ എൽ അലാമീൻ തീര നഗരത്തിൽ നടന്നത് അന്താരാഷ്ട്ര സമൂഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ജാരഡ് കുഷ്നർ നേരിട്ടെത്തി ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച നടത്തി. ബോർഡ് ഓഫ് പീസ് ഡയറക്ടർ ജനറൽ നിക്കോളായ് മ്ലാഡനോയും മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ അതീവ രഹസ്യ ചർച്ചയിൽ പങ്കെടുത്തു. അമേരിക്ക ഔദ്യോഗികമായി ഭീകര സംഘടനയായി മുദ്രകുത്തിയ ഹമാസുമായി നേരിട്ട് നടത്തിയ ഈ അപൂർവ കൂടിക്കാഴ്ച ഗാസ വിഷയത്തിൽ കാര്യങ്ങൾ എത്രത്തോളം അടിയന്തര ഘട്ടത്തിലെത്തി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ 15 ഗാസ പദ്ധതി അഥവാ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്? ഇതിന്റെ കാതൽ കൃത്യമായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഹമാസ് ഘട്ടം ഘട്ടമായി തങ്ങളുടെ മുഴുവൻ ആയുധങ്ങളും ഉപേക്ഷിച്ച് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണമെന്നാണ്. രണ്ടാമതായി, ഗസയുടെ ഭരണം ഹമാസ് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞ് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സേനയുടെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഇടക്കാല സമിതിയുടെയും നിയന്ത്രണത്തിലേക്ക് കൈമാറണമെന്നതാണ്. ഇതിനു പകരമായി ഇസ്രയേൽ സൈന്യം ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പൂർണ്ണമായും പിന്മാറുകയും ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും വേണം. അതായത് ഇരുപക്ഷവും തുല്യമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു സമഗ്രമായ പാക്കേജാണ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് സമവാക്യങ്ങൾ സങ്കീർണമാകുന്നത്. ഹമാസ് മുന്നോട്ട് വെച്ച നിലപാട് നോക്കൂ. തങ്ങൾ ഈ റോഡ് മാപ്പ് അംഗീകരിക്കാൻ പൂർണ്ണമായും സന്നദ്ധരാണ്. എന്നാൽ എന്താണ് നിബന്ധന? ഈ കരാർ പ്രകാരം ഇസ്രയേൽ ആദ്യം വ്യോമാക്രമണങ്ങളും കരസേനാ നീക്കങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാകണം. ഇസ്രയേൽ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മാത്രമേ ആയുധങ്ങൾ കൈമാറുന്ന നടപടികളിലേക്ക് കടക്കൂ എന്ന് അവർ വ്യക്തമാക്കുന്നു. അതായത് പന്ത് ഇപ്പോൾ ഇസ്രയേലിന്റെ കോർട്ടിലാണ്.
ആ ഒരു സന്ദേശമാണ് കൃത്യമായി ഹമാസ് നൽകിയത്. അവിടെയാണ് ഇസ്രായേലിന്റെ തന്ത്രം കുരുങ്ങുന്നത്. നെതന്യാഹുവിന്റെ മുന്നിൽ വലിയൊരു രാഷ്ട്രീയ സമസ്യയാണിത്. കാരണം ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതും അന്താരാഷ്ട്ര സേനയ്ക്ക് അധികാരം വിട്ടുകൊടുക്കുന്നതും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് നെതന്യാഹു പരസ്യമായി വാദിക്കുന്നത്. ഹമാസ് പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങാതെ സൈന്യത്തെ ഒരിഞ്ച് പോലും പിന്നോട്ട് മാറ്റില്ലെന്ന കടുത്ത നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ അമേരിക്കയും അന്താരാഷ്ട്ര മധ്യസ്ഥരും ഒരൊറ്റ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് എന്താണെന്ന് അറിയാമോ? പശ്ചിമേഷ്യയിൽ ഇനി ഒരു സമാധാന സാധ്യത വേണമെങ്കിൽ ഈ ചട്ടക്കൂട് അംഗീകരിച്ചേ മതിയാകൂ. ഈ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം നെതന്യാഹുവിന്റെ മേൽ നേരിട്ട് ചെലുത്താനാണ് കുഷ്ണറും ടോണി ബ്ലെയറും ഉൾപ്പെടുന്ന സംഘം ജെറുസലേമിൽ എത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ലോക സാമ്പത്തിക ക്രമത്തെയും എണ്ണ വിപണിയെയും ആഗോള സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ചെസ് കളിയാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന അത്യന്തം അപകടകരവും ധീരവുമായ ഒരു നയതന്ത്ര പരീക്ഷണമാണോ ഇത്? ശത്രുപക്ഷത്തുള്ള എല്ലാവരെയും ഒരേ ചരടിൽ കോർക്കാൻ അമേരിക്കൻ ദൂതന് കഴിയുമോ? അതോ ചരിത്രത്തിലെ മറ്റൊരു പരാജയപ്പെട്ട സമാധാന ശ്രമമായി ഈ ട്രംപിന്റെ ശ്രമം മാറുമോ എന്ന് വരും ദിവസങ്ങൾ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. യുദ്ധം തകർത്ത ഗസയിലെ ലക്ഷക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാകുമോ? അതോ രാഷ്ട്രീയ പിടിവാശികൾക്ക് മുന്നിൽ ഈ സമാധാന പദ്ധതിയും തകർന്നു വീഴുമോ? ട്രംപിന്റെ ഈ 15 ഫോർമുല ഗാസയിലെ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പര്യാപ്തമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.